ഒരു കാര്യം ചോദിക്കട്ടെ, കയ്യിലൊരു ചെറിയ മുറിവ് പറ്റിയാലും കൈ ഒടിഞ്ഞാലും സെയിം ട്രീറ്റ്മെന്റ് ആണോ നിങ്ങൾ എടുക്കുന്നത്? ഒരിക്കലും അല്ലല്ലേ. കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും 1-2 ദിവസം കഴിയുമ്പോൾ ആ മുറിവ് ഉണങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറിനെ കാണും, പറയുന്ന ട്രീറ്റ്മെന്റ്സ് എല്ലാം എടുക്കും. എപ്പോഴൊക്കെയാണോ ചെന്ന് ഫർദർ ചെക്കപ്പ് നടത്താൻ പറയുന്നത് അപ്പോഴൊക്കെ നമ്മൾ പോയി വേണ്ട ട്രീറ്റ്മെന്റുകളെല്ലാം പ്രോപ്പറായിട്ട് എടുക്കും. അങ്ങനെ ചിലപ്പോൾ ഡോക്ടർ 2 മാസം എന്ന് പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ 3 മാസം അങ്ങനെ ഡോക്ടർ പറയുന്ന ഒരു കാലാവധി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ഏകദേശം ഒരു പൂർവ്വ രൂപത്തിലേക്ക് അല്ലെങ്കിൽ പൂർവ്വ ആരോഗ്യത്തിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഇതാണ് സംഭവിക്കുക. മനസ്സിനാണ് മുറിവെങ്കിലോ? നമ്മളൊക്കെ നിത്യജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഇതിൽ ചില പ്രശ്നങ്ങൾ ആദ്യം പറഞ്ഞതുപോലത്തെ ചെറിയ മുറിവുകളാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും 1-2 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ആ വിഷയം പരിഹരിക്കപ്പെടുകയും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ചില പ്രശ്നങ്ങൾ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മുടെ മനസ്സിനെ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. വലിയ മുറിവുകളായി അത് മാറാൻ തുടങ്ങും, അത് പഴുക്കുവാൻ തുടങ്ങും. അങ്ങനെ മനസ്സിനുണ്ടാകുന്ന വലിയ മുറിവുകളെ കൃത്യസമയത്ത് കണ്ടെത്തുകയും പരിഹാരം തേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ സാഹചര്യത്തിൽ ഒരു പരിഹാരം എന്ന വണ്ണം നിങ്ങളെ സഹായിക്കാൻ എത്തുന്ന ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ പലരും വരുന്നൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്തക്ക വണ്ണം ആകെ ബുദ്ധിമുട്ടിലായി ഒരു രീതിയിലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിൽ, അതായത് ഒരു അറ്റം പറ്റുമ്പോഴൊക്കെയാണ് പല ആളുകളും ഈ മെന്റൽ ഹെൽത്ത് ഹെൽപ്പ് എടുക്കാനായിട്ട് തയ്യാറാകുന്നത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. പിന്നെ ഏറ്റവും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ആദ്യത്തെ ദിവസം ഒരു 1-1.5 മണിക്കൂർ സംസാരിച്ചു, പക്ഷെ ഒരു പ്രയോജനമില്ല, എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരു പെയിൻ കില്ലർ പോലെയൊന്നും അല്ല. അതായത് നിങ്ങൾ ഓടിപ്പോയിട്ട് തലവേദന വരുമ്പോൾ ഓടിപ്പോയി ഒരു പാരസെറ്റമോൾ കഴിക്കുന്നു, തലവേദന മാറുന്നു, അങ്ങനെ ഒരു പ്രോസസ്സേ അല്ല കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇതൊരു മാജിക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യവുമോ അല്ല. അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ട്രോമയെ, പേടിയെ, ഇൻസെക്യൂരിറ്റിയെ ഒക്കെ കൃത്യമായി കണ്ടെത്തി അതിനെ പരിഹരിച്ചു പോകുന്ന ഒരു പ്രോസസ്സാണിത്. നിങ്ങൾ വർഷങ്ങളായി ലേൺ ചെയ്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ അൺലേൺ പെടേണ്ടി വരും. വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോസസ്സുകളും അതിനെ വേറെ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അപ്പൊ ഇത് കൃത്യമായ പ്രാക്ടീസിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. അപ്പോൾ ഓരോ ക്ലയൻസിനും അവരുടെ സ്ഥിതി അനുസരിച്ച് വിവിധ സെഷനുകളായിരിക്കും ഒരു സൈക്കോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ കേവലം ആദ്യത്തെ ഒരു തവണ പോയിട്ട് ഇതെനിക്ക് വർക്കൗട്ടേ ആവില്ല എന്ന് കരുതുന്നത് ഒരു വലിയ ബുദ്ധിശൂന്യതയാണ്. പാരസെറ്റമോൾ കഴിച്ച് കൈ ഒടിഞ്ഞത് വൃത്തിയാക്കാം അല്ലെങ്കിൽ നേരെയാക്കാം എന്ന് കരുതുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഒറ്റ സെഷൻ കൊണ്ട് കംപ്ലീറ്റ് അസുഖം മാറി മിടുക്കരാകാം എന്ന് കരുതുന്നത്. ഈ ഒരു സെഷൻ കൊണ്ട് പ്രയോജനമില്ല എന്നല്ല, നമ്മുടെ ഫസ്റ്റ് സെഷൻ കൊണ്ട് പലപ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു ഇൻസൈറ്റ് കിട്ടും. അതായത് ഒരു തിരിച്ചറിവ്, എന്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്, എൻ്റെ പ്രശ്നം എന്താണ് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഇൻസൈറ്റ് കിട്ടും. പക്ഷേ ഇതൊരു ഇൻസൈറ്റ് മാത്രമാണ്, ഒരു തിരിച്ചറിവ് മാത്രമാണ്, അതൊരു ഹീലിംഗ് അല്ല. അവിടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഗ്രാജുവലി ഈ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മുടെ മോഡിഫിക്കേഷൻസ് വരുത്തുകയും അത് ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് ഇത് എത്തുക. ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, നമുക്കിപ്പം തിരുവനന്തപുരത്ത് എത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ആയി, പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യണമല്ലോ, കുറച്ച് ദൂരം സഞ്ചരിച്ചാലല്ലേ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ട്രിവാൻഡ്രത്ത് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ആ ട്രാവലിംഗ് ആണ് തുടർന്നുള്ള പ്രോസസ്സ്. അപ്പോൾ ആ തുടർന്നുള്ള പ്രോസസ്സിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ആ ഹോൾ പ്രോസസ്സ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു തവണ പോയിട്ട് ഇതെനിക്ക് വർക്കേ ആവില്ല അല്ലെങ്കിൽ കൗൺസിലിങ്ങിനൊന്നും പോയിട്ട് ഒരു കാര്യമില്ല, ഇത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പിന്നെ മറ്റു ചിലർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം പറയാം. അതായത് പല ആളുകളും കൗൺസിലിങ്ങിന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അത്രയും നാളായിട്ട് ഇങ്ങനെ ഒതുക്കി വെച്ച പല ഇമോഷൻസ് ഉണ്ടല്ലോ, അതായത് അവർക്ക് വളരെയധികം മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇമോഷൻസ്, അവരിതിങ്ങനെ
എന്താണ് പുറത്തേക്ക് പറയാനായിട്ട് തുടങ്ങും. സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ വരും, അല്ലെങ്കിൽ അടക്കി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഇങ്ങനെ പുറത്തു വരും. അപ്പോൾ പല ആളുകളും ഇതിനെ കരുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഒരുവിധം കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരുന്നതാ, എന്നെ നിർബന്ധിച്ചിട്ട് ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഇപ്പം ഞാൻ പിന്നെ പഴയ പോലായി, എനിക്ക് ഭയങ്കര കരച്ചിൽ വരികയാണ്, വിഷമം വരികയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനെ ഒന്ന് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതും കാണാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും അകത്ത് കിടക്കുന്ന സാധനങ്ങളെ അങ്ങനെ തന്നെ കിടന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയേ അല്ല ഇത്. അകത്ത് കിടക്കുന്ന നമുക്ക് പുറത്ത് കളയേണ്ടതായ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോപ്പർ വേയിൽ പുറത്ത് കളഞ്ഞ് കൃത്യമായ സാധനം കൊണ്ട് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. സോ അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങളെ അൺലേൺ ചെയ്ത് പകരം ലേൺ ചെയ്യേണ്ട ന്യൂ സ്കിൽസിനെ ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാകും, കരച്ചിലുകൾ ഉണ്ടാകും, ടെമ്പർ ടാൻട്രംസ് ഉണ്ടാകും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പം നമ്മൾ അങ്ങനെ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് കഴിയുള്ളൂ. അപ്പം അറ്റ് എ ടൈം നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടായി എന്നതിനർത്ഥം ദ ഹോൾ പ്രോസസ് വേസ്റ്റ് ആയി എന്നുള്ളതല്ല. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ തക്കവണ്ണം നമ്മളത് തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദയവായിട്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിവെക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഉറപ്പായിട്ടും യാതൊരു മടിയും കൂടാതെ, യാതൊരു തെറ്റിദ്ധാരണകളും കൂടാതെ മെൻ്റൽ ഹെൽത്ത് ഹെൽപ്പ് സ്വീകരിക്കുക. അത് പ്രോപ്പറായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ, കൃത്യസ്ഥലത്ത് കൃത്യമായ സമയങ്ങളിൽ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫിലേക്ക് നമുക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടും സമാധാനമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. താങ്ക് യു.